ചവറ കഴിഞ്ഞ് ശങ്കരമംഗലമായി. ശങ്കരമംഗലത്ത് വലത് സൈഡിൽ കാണുന്നത് ഗവൺമെൻറ് കോളേജാണ്. ഇവിടുന്ന് ഇടത്തോട്ട് പോകുമ്പോഴാണ് നമ്മൾ മണികെട്ടുന്ന അമ്പലം. ഇവിടെ ചങ്ങരമംഗലം ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോകുന്ന വഴിക്കാണ് മണികെട്ടുന്ന അമ്പലം വരുന്നത്. ഇവിടെ വലത് സൈഡിൽ ശിവൻ്റെ അമ്പലമാണ്, ശങ്കരമംഗലം അമ്പലമാണ്. ഇവിടുത്തെ കുളത്തിൽ വെച്ചാണ് ഒരു സമയത്തുള്ള ആറാട്ട് വരുന്നത്. ഇവിടുന്ന് ലെഫ്റ്റ് പോകുമ്പോഴാണ് മണി കെട്ടുന്ന അമ്പലം എന്ന് പറഞ്ഞാൽ കാട്ടിൽ മേക്കതീരും ക്ഷേത്രത്തിലോട്ടുള്ളത്. നേരെ കാണുന്നതാണ് ടൈറ്റാനിയം. ഇവിടെ ESROയുടെ ഒരു ഔട്ട്ലെറ്റ് കൂടെ ഉണ്ട് ഈ ഒരു ടൈറ്റാനിയത്തിൽ. അവരുടെ റോക്കറ്റിനൊക്കെ ആവശ്യമായിട്ടുള്ള സ്പോഞ്ച് ഉണ്ടാക്കുന്ന ഒരു സംഭവം ഈ ഒരു ടൈറ്റാനിയത്തിലുണ്ട്. പണ്ട് ഇതിൽ മുള്ളുവേലിയായിരുന്നു, ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ കാണുന്നത് മുള്ളുവേലിയായിരുന്നു. അതിപ്പം റീസെൻ്റ്ലി ഒരു 6-7 വർഷമേ ആയിട്ടുള്ളൂ വലിയൊരു മതിലുമായിട്ട് പണിത്. ഇപ്പം ഈ ഒരു മുള്ളുവേലി ആയിരുന്ന സമയത്ത് ഇവിടെ കാട് പോലെ ആയിരുന്നു. അപ്പം മയിലുകൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട് മയിൽ. അത് വേലായുധ സ്വാമിയുടെ വാഹനമാണല്ലോ മയിൽ എന്ന് പറയുന്നത്. വേലായുധ സ്വാമി തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ വാഹനമായിട്ടുള്ള മയിൽ ഈ ഒരു ടൈറ്റാനിയത്തിൻ്റെ ചുറ്റുപാടുമുള്ള കാടുകളിൽ സ്ഥിരമായിട്ടുണ്ടായിരുന്നു എന്നല്ല, ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. നാട്ടുകാരായിട്ടുള്ള ആൾക്കാരെല്ലാം ഇവിടെയുള്ള അവരെല്ലാം തീറ്റി കൊടുക്കാറുണ്ട്. ഭയങ്കര ഐശ്വര്യമാണ്. കാരണം മയിലുകളെല്ലാം സ്വൈര്യമായിട്ട് വിഹരിക്കുന്ന ഒരു ഏരിയയും കൂടിയാണിവിടെ. ഞാൻ തമിഴ്നാട്ടിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ അതേ രീതിയിൽ ഇവിടുത്തെ പോലെ തന്നെ സ്വൈര്യമായിട്ട് വിഹരിക്കുന്ന മയിലുകളെ പോലെ കണ്ടിട്ടുള്ളത് തമിഴ്നാട്ടിലാണ്. അപ്പം എൻ്റെ കുടുംബക്ഷേത്രം നേരെ കാണുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ അങ്ങ് ദൂരമായിട്ടൊരു ഗോപുരം കാണുന്നുണ്ട്. അതാണ് നമ്മളുടെ അച്ഛൻ്റെ കുടുംബക്ഷേത്രം. അപ്പോൾ നമുക്ക് അവിടോട്ടൊന്ന് പോയിട്ട് പോകാം. പക്ഷേ ഇപ്പം നടയൊക്കെ അടച്ചിട്ടുണ്ട്, 12 മണി വരെ ഉണ്ടാകും. ഇപ്പം എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. ഇതാണ് എൻട്രൻസ്. പന്മന ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ്. ദേവസ്വം ബോർഡാണ്, തിരുവനന്തപുരം ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ തന്നെയാണ്. ഞാൻ ഏകദേശം 11 മണിയായി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. ഞാൻ പറഞ്ഞാണല്ലോ ഇങ്ങനെ സാധാരണ നോർമൽ സ്പീഡിൽ വന്നു കഴിഞ്ഞാൽ ഏകദേശം 1 hour കൊണ്ട് ഇവിടെ എത്തും. ഞാൻ പതുക്കെയാണ് ഇറങ്ങിയതും അതേപോലെ തന്നെ ഡ്രൈവ് ചെയ്ത് തന്നെ പതുക്കെയാണ്. അപ്പം ഇതാണ് എൻ്റെ കുടുംബക്ഷേത്രമാണ്. ഇപ്പോൾ കുറേ മോഡിഫിക്കേഷനൊക്കെ വരുത്തി ഫ്രണ്ടിലൊക്കെ ലോക്കിംഗ് ടൈൽസൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ആചാരം എന്ന് പറയുന്നത് നമ്മുടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി മൂട ഭഗവാന് കൊടുക്കുക എന്നുള്ള ഒരു ആചാരമുണ്ട്. നമ്മളിപ്പം സാധാരണഗതിയിൽ ഇതിനകത്ത് ഈ മൂടയ്ക്കകത്ത് 4-5 കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് വെളിയിലൊന്ന് ഇറങ്ങി നോക്കാം. ഇത് കുളമാണ്.
കാറ്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇവിടുത്തെ മൂട വഴിപാടിൻ്റെ കാര്യം. അതിൽ മെയിനായിട്ട് ഉദ്ദിഷ്ടകാരി സിദ്ധിക്കായിട്ട് നടത്തുന്ന വിശേഷ സമർപ്പണമാണ് മൂട വഴിപാടെന്ന് പറയുന്നത്. മൂടിയത് എന്ന അർത്ഥത്തിലാണ് മൂട എന്ന് പറയുന്നത്. ഈ വൈക്കോലിലാണ് ആ ഒരു മൂട ചെയ്യുന്നത്. ഇതിനകത്ത് ഉണ്ടാകുന്നത് ഉദ്ദിഷ്ട കാര്യത്തിനാണെന്നുണ്ടെങ്കിൽ നെല്ല് മൂടയാണ് വരുന്നത്. അത് കൃഷി വിജയിക്കുന്നതിനും ഐശ്വര്യത്തിനും വേണ്ടിയാണ്. പിന്നീടുള്ളത് ഉപ്പുമൂട അല്ലെങ്കിൽ പഞ്ചസാര മൂട. അത് രോഗനിവാരണത്തിന് വേണ്ടിയാണ്. പിന്നുള്ളത് ശർക്കര മൂടയാണ്. ശർക്കര മൂട വിദ്യാഭ്യാസം, വിവാഹ തടസ്സം മാറാൻ ഒക്കെയാണ്. പിന്നീട് പഴം മൂടയാണ്. അത് സർവ്വ ഐശ്വര്യത്തിന് വേണ്ടിയാണ്. പിന്നുള്ളത് കരിപ്പട്ടി മൂടയാണ്. അത് സന്താന ഭാഗ്യത്തിന് വേണ്ടിയാണ്. ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് പണ്ട് വള്ളിയെ മോഹിച്ച് മലയിൽ കറങ്ങി നടന്ന ബാലസുബ്രഹ്മണ്യൻ വള്ളിയുടെ മനസ്സിൽ ഇടം കിട്ടാൻ ഒരു കുസൃതി ഒപ്പിച്ചത്രേ. ചേട്ടൻ ഗണപതിയെ സങ്കല്പിച്ച് ശർക്കരയും പഴവും ഉണക്കവാഴയിലിൽ പൊതിഞ്ഞ് കച്ചി കൊണ്ട് പൊതിഞ്ഞ് കെട്ടി തൂക്കണം കുരുവിക്കൂട് പോലെയാക്കി. തുടർന്ന് തിനയാട്ടാൻ വള്ളി വന്നിരിക്കുന്ന ഭാഗത്ത് മരത്തിൽ കെട്ടിത്തൂക്കിയിട്ടു. ശർക്കര മണം പിടിച്ച് ഗണപതി കുട്ടിയാനയുടെ രൂപത്തിൽ വരുന്നു എന്നോർത്ത് പേടിച്ച് വള്ളി നിലവിളിച്ചു കൊണ്ടുപോയി. ഈ നേരം സുബ്രഹ്മണ്യൻ പ്രത്യക്ഷനായി വള്ളിയെ തൻ്റെ കരവലയത്തിലാക്കി രക്ഷിക്കുകയും ആനക്കുട്ടിയെ തിരിച്ചോടിക്കുകയും ചെയ്തു. ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിനായി ബാലസുബ്രഹ്മണ്യൻ തന്നെ മെനഞ്ഞെടുത്ത ഈ സൂത്രം അദ്ദേഹത്തിൻ്റെ ഇഷ്ട വഴിപാടായി മാറി. ഇതാണ് മൂടയുടെ പൊരുൾ. ഇതാണ് മൂട. പന്മന അമ്പലത്തിലെ പള്ളിവേട്ട നടക്കുന്ന ആലാണ് നേരെ കാണുന്നത്. ആറാടി വരുന്ന സമയത്ത് ഭഗവാനെ തിരിച്ച് അമ്പലത്തിൽ കൊണ്ടുവന്നതിന് ശേഷമാണ് പള്ളിവേട്ട നടക്കുന്നത്. അത് ഒരു വെളുപ്പാങ്കാലത്താണ് നടക്കുന്നത്. അതിന് നമ്മൾ എല്ലാവരും ഇവിടെ അകമ്പടി സേവിച്ച് ഇവിടെ വന്ന് പള്ളിവേട്ട നടത്തി തിരിച്ചു പോകുന്ന ഒരു ചടങ്ങ് ഉണ്ട്. ഭഗവാൻ അകമ്പടി പോകുന്ന സമയത്ത് നമുക്ക് ഒരു ക്ഷീണമോ നമ്മൾ നഗ്ന പാദത്തിലാണ് ഭഗവാനെ അനുഗമിക്കുന്നത്. നമ്മുടെ കാലുകൾ പൊട്ടുകയൊക്കെ ചെയ്യാം, കാലിൻ്റെ ഉള്ളം കാല് പൊട്ടുകയൊക്കെ ചെയ്യും. പക്ഷേ അതൊന്നും അറിയത്തില്ല.
ഭഗവാന്റെ കൂടെ നടക്കുന്ന ആ ഭഗവാന്റെ ആ ഒരു ഇതിൽ തന്നെ ആ ഒരു എന്താ പറയുക ഐശ്വര്യത്തിൻ്റെ കീഴിൽ നമ്മൾ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു വേദനയോ ഒന്നും അറിയത്തില്ല ഈ ഒരു അവസരത്തിൽ.